ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വാസുദേവായ. കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്ലോകങ്ങൾ 4, 5, 6. ശ്ലോകം 4. യജന്തേ സ്വാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ച അന്യേ യജന്തേ താമസാ ജനാഃ യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഃ യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഃ യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഃ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഃ. പ്രധാന പദാർത്ഥം സാത്വികാഃ സാത്വികന്മാർ, അതായത് സത്വഗുണമുള്ളവർ. ദേവാൻ ദേവന്മാർ. യജന്തേ യജിക്കുന്നു. രാജസ രാജസന്മാർ, രജോ ഗുണമുള്ളവർ. യക്ഷരക്ഷാംസി യക്ഷന്മാരെയും രാക്ഷസന്മാരെയും യജന്തേ യജിക്കുന്നു. അന്യേ അന്യന്മാരായ. താമസ ജന തമോ ഗുണത്തിലുള്ള ജനങ്ങൾ. പ്രേതാൻ പ്രേതങ്ങളെയും ഭൂതഗണാഞ്ച ഭൂതഗണങ്ങളെയും യജന്തേ യജിക്കുന്നു. വിവർത്തനം. സാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. വിവർത്തനം വായിക്കാം. സാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പലതരത്തിലുള്ള ഉപാസകരെ അവരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. വൈദികാജ്ഞയനുസരിച്ച് പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ് ആരാധ്യം. എന്നാൽ വൈദിക ജ്ഞാനങ്ങളുമായി ഇടപഴകാത്തവരും അവയിൽ വിശ്വസിക്കാത്തവരും താന്താങ്ങളുടെ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് മറ്റു പലതിനെയും ആരാധിക്കുന്നു. സത്വഗുണാവസ്ഥയിലുള്ളവർ സാമാന്യേന ദേവന്മാരുടെ ആരാധകരാണ്. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിങ്ങനെ ദേവന്മാർ പലരുണ്ട്. സാത്വിക ജനങ്ങൾ ഒരു പ്രത്യേക സിദ്ധിക്കായി ഓരോ പ്രത്യേക ദേവനെ ആരാധിക്കുന്നു. രാജസ സ്വഭാവികൾ ഇങ്ങനെ തന്നെ അസുരന്മാരെ ആരാധിക്കുന്നവരാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കരിഞ്ചന്തയിൽ അളവറ്റ സ്വത്ത് സമ്പാദിച്ചതിന്റെ നന്ദി സൂചകമായി കൽക്കട്ടയിലെ ഒരാൾ ഹിറ്റ്ലറെ ആരാധിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ രജസ്തമോ ഗുണ സ്വഭാവികൾ പ്രതാപിയായ ഒരു മനുഷ്യനെ ഈശ്വരൻ എന്ന് കരുതി പോരുന്നു. ഈശ്വരൻ എന്ന് കരുതി ആരെ സേവിച്ചാലും ഈശ്വരനെ സേവിക്കുന്ന ഫലമുണ്ടാകുമെന്നാണ് അവരുടെ വിചാരം. രജോ ഗുണത്തിൽ വർത്തിക്കുന്നവർ അത്തരക്കാരായ ദേവന്മാരെ സൃഷ്ടിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്നും
തമോ ഗുണപ്രധാനികൾ പ്രേതോപാസന ചെയ്യുന്നുവെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ ചിലപ്പോൾ മരിച്ചവരുടെ ശവകുടീരങ്ങളിൽ അർച്ചന നടത്തുന്നു. താമസാനുഷ്ഠാനങ്ങളിൽ ലൈംഗിക കർമ്മവും ഉൾപ്പെടുന്നു. ഭാരതത്തിലെ ചില വിദൂര ഗ്രാമങ്ങളിൽ പ്രേതോപാസകരുമുണ്ട്. അധകൃത വർഗങ്ങളിൽപ്പെട്ട ചിലർ കാട്ടിലേക്ക് പോവുക പതിവാണ്. ഒരു വൃക്ഷത്തിൽ പ്രേത സാന്നിധ്യമുണ്ടെന്നറിഞ്ഞാൽ അവർ ആ വൃക്ഷത്തെ ആരാധിച്ച് ബലിദ്രവ്യങ്ങൾ അർപ്പിക്കും. ഇത്തരം ഉപാസന ചടങ്ങുകളൊന്നും വാസ്തവത്തിൽ ഈശ്വരാരാധനയല്ല. ആധ്യാത്മികമായ ശുദ്ധ സാത്വികതയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈശ്വരാരാധന. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം എന്ന് ശ്രീമദ് ഭാഗവതം 4.3.23. വിശുദ്ധ സത്വാവസ്ഥയിലുള്ളയാൾ വാസുദേവനെ ആരാധിക്കുന്നു. ഭൗതിക പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് തികച്ചും മുക്തി നേടി അതീന്ദ്രിയതാഭാവമാർന്നവനെ പരമപുരുഷനെ ആരാധിക്കാൻ കഴിയൂ എന്നർത്ഥം. വ്യക്തിശൂന്യവാദികളും സത്വഗുണ സ്ഥിതരായിരിക്കേണ്ടതാണ്. അവർ പഞ്ചോപാസകരാണ്, അതായത് 5 ദേവതകളെ ആരാധിക്കുന്നു. അവർ ഭൗതിക ലോകത്തിൽ സൈദ്ധാന്തിക വിഷ്ണു എന്നറിയപ്പെടുന്ന അരൂപിയായ വിഷ്ണുമൂർത്തിയെയാണ് ആരാധിക്കുന്നത്. പരമദിവ്യാത്മ പുരുഷന്റെ രൂപവിസ്തരണമാണ് വിഷ്ണു. പക്ഷേ അവ്യക്തിഗതവാദികൾ ഭഗവാനിൽ ആത്യന്തികമായി വിശ്വസിക്കാത്തത് കൊണ്ട് ഈ വിഷ്ണുരൂപം വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ മറ്റൊരു ഭാവം മാത്രമെന്ന് അനുമാനിക്കുന്നു. ബ്രഹ്മാവ് രജോഗുണത്തിന്റെ വ്യക്തിശൂന്യ ഭാവമാണെന്ന് അവർ സങ്കല്പിക്കുന്നു. അങ്ങനെ അവർക്ക് ആരാധ്യരായിട്ട് 5 ദേവതാമൂർത്തികളുണ്ട്. എന്നാൽ യഥാർത്ഥ തത്വം വ്യക്തിശൂന്യ ബ്രഹ്മം മാത്രമാണെന്ന വിശ്വാസത്താൽ എല്ലാ ആരാധനാമൂർത്തികളെയും അവസാന ഘട്ടത്തിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. ചുരുക്കത്തിൽ ആധ്യാത്മികോത്കർഷം നേടിയവരുടെ സഹവാസത്താൽ ഒരാൾക്ക് ഭൗതികമായ ത്രിഗുണങ്ങളെ ശുദ്ധീകരിക്കാം. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 5-6. അശാസ്ത്രം അശാസ്ത്രവിഹിതം ഘോരം യന്തേ യേ തപോജനാ ദംഭാഹങ്കാര സംയുക്ത കാമരാഗാബലാന്വിത കർഷയന്താ ശരീരസ്ഥം ഭൂതഗ്രാമചേതസ മാം അന്ധശരീരസ്ഥം താൻ വിദ്ധി ആസുരനിശ്ചയാൻ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാ ദംഭാഹങ്കാര സംയുക്ത കാമരാഗാബലാന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാ ദംഭാഹങ്കാര സംയുക്ത കാമരാഗാബലാന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിവൻ ബ്രോ. റോജി, ഞാനേ ഒരു മിനിറ്റ്
ഇത്തിരി ബ്രേക്കിലായിരുന്നു. ഏതാ ശ്ലോകം പ്രഭുജി? അഞ്ചും ആറും. അഞ്ചും ആറും. ഹരേ കൃഷ്ണ. അശാസ്ത്രവിഹിതം ഘോരം തപ്രന്ദേയേ തപോജനഃ ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാന്യുതാം കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുരാനിക്ഷയാൻ. ഹരേ കൃഷ്ണ. ദംഭാഹങ്കാര സംയുക്ത, ദമ്പം അഹങ്കാരം ഇവയോടുകൂടി കാമരാഗ ബലാന്യുത, കാമം രാഗം ഇവയുടെ ബലത്താൽ ആകൃഷ്ടരായി അചേതസ അപക്ക ബുദ്ധികളായ ഏതു ജനങ്ങളുണ്ടോ ശരീരസ്ഥം ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഭൂതഗ്രാമം പഞ്ചഭൂതങ്ങളുടെയും അനന്ത ശരീരസ്ഥം ശരീരാന്തഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മാംച ഏവ എന്നെ തന്നെയും കർഷയന്ത കഷ്ടപ്പെടുത്തുന്നവരായിട്ട് അശാസ്ത്രവിഹിതം ശാസ്ത്രവിഹിതങ്ങളല്ലാത്ത ഘോരമായ തപസ് തപ്യന്തേ തപിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു താൻ അവരെ അസുരനിശ്ചയാൻ ആ അസുരനിശ്ചയത്തോടു കൂടി അവരെ എന്ന് വിദ്ധി മനസ്സിലാക്കുന്നു. വിവർത്തനം. കാമം ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. ഭാവാർത്ഥം വയസ്സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. ശാസ്ത്ര വിഹിതങ്ങളല്ലാത്ത സ്വന്തം കൃതങ്ങളായ കടുത്ത തപോവ്രതങ്ങൾ അനുസരിച്ചു പോരുന്നവരുണ്ട്. രാഷ്ട്രീയമായൊരു ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഉപവാസമനുഷ്ഠിക്കുന്നതു തന്നെ ഒരു ഉദാഹരണം. ഇത്തരം വ്രതാചരണം ശാസ്ത്ര നിർദ്ദിഷ്ടമല്ല. ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയമോ സാമൂഹ്യമോ ആയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനല്ല മതഗ്രന്ഥങ്ങൾ ഉപവാസം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപവാസാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ തികച്ചും ആസുര സ്വഭാവികൾ തന്നെ എന്നാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തം. വേദപ്രമാണങ്ങൾക്കെതിരായ അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ഗുണകരമല്ല തന്നെ. മിഥ്യാഹങ്കാരം കൊണ്ടും കാമം കൊണ്ടും ദുരഭിമാനത്തിലും ഭൗതിക ഭോഗങ്ങളിലുള്ള അത്യാസക്തി കൊണ്ടുമാണ് വാസ്തവത്തിൽ അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ശരീര നിർമ്മിതിക്കു ഉപയോഗിച്ചിരിക്കുന്ന ഭൗതിക മൂലകങ്ങളുടെ ഘടനയെ തകരാറിലാക്കുന്നത് കൂടാതെ അന്തഃസിദ്ധനായ പരമപുരുഷനെയും ബാധിക്കുന്നുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അനധികൃതമായി അനുഷ്ഠിക്കപ്പെടുന്ന ഈ ഉപവാസങ്ങളും തപോവ്രതങ്ങളും തീർച്ചയായും പരോപദ്രവപ്രദങ്ങളാണ്. വൈദിക സാഹിത്യത്തിൽ അവ പരാമർശിക്കപ്പെട്ടിട്ടില്ല. തൻ്റെ അഭീഷ്ടത്തിന് വഴങ്ങാൻ ഈ ഉപായങ്ങൾ എതിരാളികളെ നിർബന്ധിതരാകുന്നുവെന്നാണ് ആസുര സ്വഭാവികൾ പ്രതീക്ഷിക്കുക. എന്നാൽ ചിലപ്പോൾ ഉപവാസാനുഷ്ഠാനം മരണത്തിലെത്തിച്ചേക്കാം. ഇത്തരം പ്രവൃത്തികളെ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. അവ അനുഷ്ഠിക്കുന്നവർ അസുരന്മാരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വൈദിക ജ്ഞാനങ്ങളെ കൂട്ടാക്കാതെ ചെയ്യപ്പെടുന്ന ഈ അനുഷ്ഠാനങ്ങൾ ഭഗവാനെ നിന്ദിക്കലാണ്. അചേതസ എന്ന പദം ശ്രദ്ധിക്കുക. അസാധാരണ മനസ്ഥിതിയുള്ളവർ വൈദിക ജ്ഞാനങ്ങളെ അനുസരിച്ച് മതിയാകൂ. അങ്ങനെയല്ലാത്തവരാണ് ശാസ്ത്ര നിയമങ്ങൾക്ക് വഴങ്ങാതെ സ്വച്ഛാനുസരം തപസ്സും ഉപവാസാദികളും സൃഷ്ടിക്കുന്നത്. ആസുര സ്വഭാവികളുടെ അന്ത്യം 16-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. ഭഗവാൻ അവരെ വീണ്ടും ആസുര ഗർഭങ്ങളിൽ തന്നെ പിറക്കാൻ നിർബന്ധിതരാക്കുന്നു. തദ്ഫലമായി അവർക്ക് പരമപുരുഷനായ ഭഗവാനുമായി തങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ആസുരങ്ങളായ ജീവിത സിദ്ധാന്തങ്ങളുമായി ഏറെ ജന്മങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരും. ഏതുവിനെയും ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ വൈദിക ജ്ഞാനത്തിൻ്റെ വഴിക്കുള്ള മാർഗനിർദ്ദേശം ലഭിക്കാൻ ഭാഗ്യമുണ്ടായാൽ അവർക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടി പരമലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകാലം ശ്രീഗുരുൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം തസ്സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ബോധലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ബോധലെ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനെ. ശ്രീവാർഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയെ കൃഷ്ണ സംബന്ധ വിജ്ഞാനധായിനെ പ്രഭുവേ നമ. മാധുര്യോജില പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണേ ശ്രീമൂർത്തേ ദീനതാരിണേ ശ്രീരൂപാനുഗ വിരുദ്ധാഭ സിദ്ധാന്ത ദ്വാന്തഹാരിണേ. നമോ ഗൗരവീശ്വരായ സാക്ഷാത് ഗൗര വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംഭോധേ പാദാംബുജായത്തെ നമ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാം ഭൂമേസ്തം നിർദ്ദേശം സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമാ ശ്രീനാ ജഗന്നാഥായ തേ നമ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ എച്ച് ഗോസൈ കോരി ചരണവന്ദൻ ജാഹ ഹോയ് വിഘ്ന നാശ അഭീഷ്ടപൂരൻ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാംനേ ഗൗരതിശേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമേ ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധ കാന്ത നമോസ്തുതേ. ജയതാം സിറുദോ പങ്കോ മമ മന്ദമദേർഗതി മത്സർവസമ്മതാം ഭോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധശീല ഗോവിന്ദ ദേവോ പ്രേഷ്ഠാലിഭി സേവ്യമാനോ സ്മരാമി. ശ്രീമാനാസരസാരംഭീവം ശ്രീവടസ്ഥലസ്ഥിതഃ കർഷൺവേനുസ്തനിർഗോപി ഗോപിനാഥ ശ്രീയോസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വിഷമാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സമസ്ത വൈഷ്ണവൃന്ദ പാദാരവിന്ദങ്ങളിൽ എൻ്റെ ദണ്ഡവത് നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ബദ്ധാത്മാവാണെന്ന പരിഗണനയിൽ സാദരം ക്ഷമ ചോദിക്കുന്നു. ഈ ഗീതാ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ളതെല്ലാം എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരു സത്യവ്രത പ്രഭുവിന്റെയും ഈ സംഘടനയുടെ സ്ഥാപനം ദീക്ഷാഗുരുവുമായ ശ്രീ AC ഭക്തിവേദാന്ത ശ്രീലാ പ്രഭുപാദരുടെയും ഭഗവാന്റെയും കാരണമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റേതായ യാതൊരു കഴിവുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാശന്യാ യജന്തേ താമസാ ജനാ. സ്വാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ്വഭാവികൾ അസുരന്മാരെയും തമോ ഗണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു എന്നാണ് എന്നുള്ള ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ആദ്യം തന്നെ അർജുനൻ ചോദ്യത്തിന്റെ ചോദ്യം എന്താ ഭഗവാനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാത്ത തങ്ങളുടെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ചിട്ട് ആരാധിക്കുന്നവരുടെ സ്ഥിതി എന്താണ്, അവരുടെ ഗുണം എന്താണെന്നാണ് അർജുനൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ വൈദിക ശാസ്ത്രപ്രകാരമല്ലാതെ സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം ആരാധിക്കുന്നു, അവരുടെ ഗുണം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. ഭഗവാൻ കൊടുത്ത മറുപടി എന്താണ്? പൂർവാർജിതമായ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് ജീവാത്മാവിന്റെ സ്വഭാവജം, അതായത് വിശ്വാസം സാത്വികമോ രാജസികമോ തമോ ഗുണമായിരിക്കും. പൂർവ്വജന്മങ്ങളിലുള്ള ഗുണങ്ങളനുസരിച്ച് നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന ഗുണങ്ങൾ അനുസരിച്ചിട്ട് വരുന്ന ഭൗതിക ശരീരം സ്വീകരിക്കുമ്പോൾ വരുന്ന അടുത്ത ജന്മത്തിൽ സ്വീകരിക്കുന്ന ശരീരത്തിന് അതിന്റെ ചെറിയ വാസനകളൊക്കെ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും ആ ശരീരത്തെ ആ ജീവാത്മാവിന് കിട്ടുന്ന ഗുണം. അതായത് വിശ്വാസം, ഏത് വിശ്വാസത്തിൽ കൂടിയാണ് പോകുന്നതെന്ന് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക. ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ഓരോരുത്തരെയും വിശ്വാസം എന്നതിന് അർത്ഥം എന്ന് മനസ്സിലാക്കാം. ശ്രദ്ധ എന്താ? ശ്രദ്ധ എന്ത്? വിശ്വാസം. വിശ്വാസം എന്താണ്? ഇവിടെ
നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ കാംക്ഷിക്കുന്നത്, എന്താണോ നമ്മൾ പ്രാപ്തനാക്കാൻ ആഗ്രഹിക്കുന്നതിന് അതിനുള്ള മാർഗമാണ് വിശ്വാസം. നമ്മൾ ഏത് ദേവതമാരെ, ഏത് ദേവിയാണോ ആരെയാണോ നമ്മൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാനുള്ളതാണ് ആദ്യം വേണ്ടത്. എന്താണ്? ആ ആരാധനയിലേക്ക്, അല്ലെങ്കിൽ ഭഗവാനിലേക്കോ അല്ലെങ്കിൽ ദേവതകളിലേക്കോ ഏതാണോ നമ്മൾ ആരാധിക്കാൻ പോകുന്നത് അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു വിശ്വാസമാണ്. അതാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ ആ ശ്രദ്ധയാണ് ഇവിടെ കാതലായിട്ടുള്ള കാര്യം. കാരണം അതാത് ഗുണം അനുസരിച്ചിട്ട് അതാത് ജീവാത്മാക്കൾക്ക് പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് ഉണ്ടാവുന്ന ഒരു വസ്തുതയാണ് ഈ വിശ്വാസം. അല്ലെങ്കിൽ ഈ ഓരോ ഗുണങ്ങൾക്കും ഓരോ വിശ്വാസമുള്ളത് പ്രകൃതിക്ക് അനുസൃതമായിരിക്കും, അല്ലെങ്കിൽ തന്റെ സ്വഭാവങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. അത് പൂർവ്വജന്മത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ് ഈ ഗുണങ്ങൾ. ആ ഗുണത്തിൽ കൂടിയാണ് ഓരോ ജീവാത്മാവും തന്റെ ഗുണം അനുസരിച്ചിട്ട് ഓരോ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുന്നത്. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ സാധാരണ ജീവിതത്തിൽ തന്നെ അറിയാം, ഓരോരുത്തർ വ്യത്യസ്ത സ്വഭാവ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. ഓരോരുത്തരുടെ സ്വഭാവം സ്വാത്വികമായിരിക്കാം, രാജസമായിരിക്കാം, തമസമായിരിക്കാം. ഒരു വീട്ടിൽ തന്നെ പല പല വ്യക്തിരൂപങ്ങൾ, പല പല ആൾക്കാരുണ്ട്. അവർക്ക് ഓരോരുത്തരുടെയും സ്വഭാവം ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അത് താൻ ആർജിച്ചെടുത്തിരിക്കുന്ന തന്നിലെ പൂർവ്വജന്മത്തിൽ നിന്നും കൂടെ ആ സൂക്ഷ്മ തലത്തിൽ കൂടി നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആ ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിക്കും തൻ്റെ വിശ്വാസത്തെ, ഓരോ വ്യക്തിയും തൻ്റെ വിശ്വാസം വളർത്തിയെടുക്കുന്നത്. അങ്ങനെ താൻ ആർജിച്ച ഗുണങ്ങൾക്ക് അനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരായി തീരുന്നു. അങ്ങനെ താൻ ആർജിച്ചെടുത്ത താൻ ഓരോ ജന്മങ്ങളായി കൊണ്ട് നമ്മുടെ കഴിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പല ജന്മങ്ങളായി നമ്മളിൽ മാറി 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 കൊണ്ടുവരിക്കുന്ന തൻ്റെ ഗുണങ്ങൾ തന്നെയാണ് അടുത്ത ജന്മത്തിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തു വെക്കുന്ന പ്രവൃത്തിയുടെയും സ്വഭാവത്തിനെ അനുസരിച്ചായിരിക്കും അടുത്ത ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാൻ പോകുന്ന ഗുണം, അല്ലെങ്കിൽ ആ വിശ്വാസം, നമ്മൾ ഏത് വിശ്വാസത്തിൽ എത്തിപ്പെടുന്നു എന്നുള്ളത് ഇതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ഗുണത്തിലുള്ള ഈ ജീവാത്മാക്കൾ, അതായത് സ്വാത്വികരായവർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? സ്വാത്വികർ ഏത് ഗുണത്തിലേക്കാണ് പോകുന്നത്? അപ്പൊ അവര് അവര് സ്വാത്വിക ഗുണങ്ങളാണ് മുഴുവൻ ദേവന്മാരെയാണ് ആരാധിക്കുന്നത്. അപ്പൊ അവര് ദേവന്മാരെയും ആരാധിക്കുന്നുണ്ട്. അവർ സാത്വിക ഗുണരായിരിക്കും, ദേവന്മാരെ ആരാധിക്കുന്നു, സാത്വികരായിരിക്കും. രജോ ഗുണികൾ അസുരന്മാരെ ആരാധിക്കുന്നു, തമോ ഗുണികൾ ഭൂതപ്രേതാദികളും ആരാധിക്കുന്നു. അപ്പോൾ 7-ാം അധ്യായത്തില് 20-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കാമൈസ്തൈസ്തൈ ഹൃദജ്ഞാന പ്രപദ്യന്തി അന്യദേവത തം നിയമാസ്തായ പ്രകൃത്യാ നീത സ്വയം. 7-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ പറയുന്നത്, അതായത് ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ. എന്താണ് ഭൗതികാഭിലാഷങ്ങൾ? ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെയധികം കാംക്ഷകളുണ്ട്, വളരെയധികം ആഗ്രഹം സഫലീകരിക്കാനുണ്ട്. ഒരുപാട് നമുക്ക് എന്താ പറയാ, ഡിസയറുകൾ കൂടാണ്, ഒരുപാട് ആഗ്രഹങ്ങൾ കൂടാണ്. അതിനൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ അപഹരിക്കപ്പെട്ട ജ്ഞാനം, അപ്പൊ ജ്ഞാനത്തെ അപഹരിക്കപ്പെടത്തക്ക വിധത്തിലാണ്, ജ്ഞാനത്തിനെ മറച്ചു വിരിക്കത്തക്ക വിധത്തിലാണ് നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ വളർന്നത്. ആ ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ദേവന്മാരെ ശരണം? തന്റെ അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ ദേവാരാധനയിൽ എത്തിപ്പെടുകയാണ്. അവർ സാത്വികർ തന്നെയാണ്, പക്ഷെ ദേവന്മാരെ ആരാധിക്കുന്നതിനാൽ അവർക്ക് ഈശ്വരനിലേക്ക്, ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അവർ ദേവാരാധനയിൽ പെട്ടുപോകണം. കാരണം അവരുടെ ഇംഗിതങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഡിസയറുകളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ദേവന്മാരെ ആശ്രയിക്കേണ്ടതായിട്ട് വരികയാണ്. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാ ദേവന്മാരെ ചെയ്യുന്നു. അതിനുള്ള ചില നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ടാവാം. ആ നിയമങ്ങളൊക്കെ അവർ പാലിച്ചുകൊണ്ട് അവിടേക്ക് ആ ദേവന്മാരിലേക്ക് അവർ സ്വയം സമർപ്പണം ചെയ്യണം, ആ തൻ്റെ ഇംഗിതങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പല വാക്കുകളിലും പലവരിൽ നിന്നും കേൾക്കാമല്ലോ, ഇന്ന അമ്പലങ്ങളിൽ പോയി ഇന്ന സാഫല്യം കിട്ടും, ഇവിടെ കാര്യസിദ്ധി പൂജ, ആ പൂജ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതനുസരിച്ചിട്ട് അവർ അങ്ങനെയുള്ള ദേവതകളെ കൂടുതൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ ദേവതകളെ അവർ പ്രാപിക്കും. അവിടെ പോയി അവരെ സേവ ചെയ്ത് അങ്ങനെ അവർക്ക് കിട്ടുന്നത് ആ ദേവതകളുടെ ഗുണം കൊണ്ടാണ്, ആ ദേവതകളുടെ കാരുണ്യം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് അവര് അതിൽ വീണ്ടും വീണ്ടും ആസക്തരായി ആ പൂജകളിൽ നിന്ന് ഏർപ്പെടുന്നു. ഈ ദേവി ദേവന്മാർക്ക് എങ്ങനെയാണ് ഇത് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അത് ഭഗവാന്റെ ദേവതകൾ ഇവർക്ക് കൊടുക്കുന്ന വരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഫലപ്രാപ്തി ആണെങ്കിലും ഇതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഈ ദേവി ദേവന്മാർക്ക് ഒരാളെയും അനുഗ്രഹിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധം ഈ
ദേവാരാധനയുള്ളവർക്ക് അറിയില്ല. അവരുടെ വിചാരം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏത് ദേവതനോട് ചോദിച്ചാൽ ആ ദേവന്മാർ നമുക്ക് തരും എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആ വലിയ ആ ശക്തിയെ പറ്റി ഇവര് ചിന്തിക്കുന്നില്ല. ആ ദേവീദേവന്മാർ പോലും ഈ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. യജ്ഞപുരുഷനായ എന്ത് സമർപ്പിച്ചാലും യജ്ഞം വിഷ്ണുവാണ്. ആ യജ്ഞത്തിൽ സമർപ്പിക്കുന്ന എന്തും അത് എത്തിച്ചേരുന്നത് ഭഗവാനിലേക്കാണ്. അങ്ങനെ ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ് ദേവീദേവന്മാര് ഈ തന്നെ ശരണം ഭാവിച്ചിരിക്കുന്ന ഈ ഭക്തർക്ക് കൊടുക്കുന്നത് എന്നുള്ള ബോധം, ആ സത്യം ഇവര് ദേവാരാധന ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല. വിവിധ ദേവതകളെ വ്യത്യസ്തങ്ങളായ പൂജവിധികൾ അനുസരിച്ച് ആരാധിക്കുന്നതിൽ അവർ തൃപ്തി കണ്ടെത്തുകയാണ്. എന്താ വെച്ചാൽ പല ദേവന്മാരെ മനസ്സിലാക്കി അവരിൽ കൂടി തന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നടത്തി തനിക്ക് വേണ്ടതൊക്കെ അവർ സമ്പാദിച്ചെടുക്കുകയാണ്. ഇത് ഇന്ന അമ്പലത്തിൽ പോയാൽ ഇന്ന വഴിപാട് ചെയ്താൽ ഇന്ന് കിട്ടും എന്നൊക്കെ ഓരോരുത്തരിൽ നിന്നൊക്കെ മനസ്സിലാക്കി. അത് വേദപ്രകാരങ്ങളോ അല്ലെങ്കിൽ വൈദിക ശാസ്ത്രപ്രകാരമുള്ള പൂജകളൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള പൂജകളിലൊക്കെ തന്നെ സ്വയം നിയമിച്ച നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇപ്പോ എല്ലാവരുടെയും കണ്ടു കാണുന്നത് തന്നെയാണ്. സർവ്വദിക്കിലും പുതിയ പൂജകളും പുതിയ പൊങ്കാലകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാവരും ഇപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. കാര്യസിദ്ധി പൂജ, പൊങ്കാല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പൂജകൾ അത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഗുണം കിട്ടും എന്നുള്ള ആ വിചാരത്തിൽ അവർ ഇങ്ങനെയുള്ള ദേവതാരാധന ചെയ്യുന്നു. ഭൗതികമായ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവർ ദേവതാരാധനയിൽ മുഴുകി പരമലക്ഷ്യം പോകേണ്ടത് എങ്ങനെ എന്നറിയില്ല. അപ്പൊ പരമലക്ഷ്യം എന്താണ്? നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അത് മനസ്സിലാക്കാണ്ട് അവര് ഈ ഭൗതികമായ അഭിലാഷം നിറവേറ്റുന്നതിന് ദേവതാരാധനയിലേക്ക് മുഴുകി തന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ എന്ത് പറ്റും? വീണ്ടും നമുക്ക് ഈ ഏത് ഗുണത്തിലാണോ ഇരിക്കുന്നത് അതേ ഗുണത്തിൽ തന്നെ നിന്നുകൊണ്ട് വീണ്ടും അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെയായി പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നില്ല. വൈദിക സാഹിത്യത്തിൽ ആഗ്രഹ പൂർത്തീകരണത്തിനായി ദേവന്മാരെ ആരാധിക്കുന്ന വിധികളൊക്കെ ഉണ്ട്. എല്ലാം വൈദിക സാഹിത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ സൂര്യാരാധന ചെയ്താല് നമുക്ക് പറയാം രോഗശാന്തിക്ക് സൂര്യനെ ആരാധിക്കാം എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ തലവേദന മാറാനൊക്കെ സൂര്യന് ജലം സമർപ്പിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെയുള്ള വിധികളൊക്കെ ഉണ്ട്. അത് കാര്യസിദ്ധിക്ക് വേണ്ടി അങ്ങനെയുള്ള വിധിയിൽ കൂടി അവര് തന്റെ ഇംഗിതം തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ആരാധനകളും കൂടി ചെയ്യുകയാണ് അവര്. കാര്യസിദ്ധിക്ക് വേണ്ടി മറ്റു ദേവതാരാധനകൾ ചെയ്യുന്ന അങ്ങനെയാണ് കാര്യസിദ്ധിക്ക് വേണ്ടി തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി ആരാധനകൾ ചെയ്തത്. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിങ്ങനെ ദേവന്മാരെ സ്വാത്വിക ജനങ്ങൾ ആരാധിക്കുന്നു. സ്വാത്വിക ജനങ്ങൾ ആരാധിക്കുന്ന ദേവന്മാരാണ് ഇവരൊക്കെ. ചന്ദ്രൻ, ഇന്ദ്രൻ, സൂര്യൻ, ബ്രഹ്മാവ്, ശിവൻ, ഇവരൊക്കെ അവര് സ്വാത്വികര്. അതായത് ശുദ്ധസത്തിലെ സത്വഗുണികളായുള്ള ആൾക്കാരെയാണ് സ്വാത്വികർ എന്ന് പറയുന്നത്. അത് ശുദ്ധസത്വത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. സത്വഗുണികൾ എന്ന് പറഞ്ഞാൽ ശുദ്ധസത്വത്തിലെ ഫോം അല്ല. ഒരു ദേവാരാധന്മാര് ആരാധിക്കുന്നവരൊക്കെ സത്വഗുണികളിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ശരിയായ ശുദ്ധ സത്വ ഫോമിലേക്ക് അതിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈശ്വര ആരാധനയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കാണ്ട് അവര് ദേവതാ ആരാധനകൾ നടത്തുന്നു. തങ്ങളുടെ അഭിലാഷം നിർവഹണത്തിന് കൂടുതൽ ഉതകുന്നത് ദേവാരാധനയാണെന്ന് അവർ കരുതുന്നത്. തന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എന്താ, ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ് കൂടുതലുള്ള. ഭഗവാൻ ഇങ്ങനെ അത് എന്താ പറയാ ഇംഗിതങ്ങൾ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള അധികം കഥകൾ കേട്ടിട്ടുണ്ടാവില്ല. ഭഗവാന്റെ ലീലകളെ കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം. അതന്നെ അപ്പോ കാര്യസിദ്ധിയായുള്ള കാര്യങ്ങളെ ഭഗവാനിൽ നിന്ന് കിട്ടിയതായിട്ട് ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ലീലകളെ കുറിച്ചിട്ട് പറയാറുള്ളൂ. അപ്പൊ അത് ലീലകളോടല്ല താല്പര്യം, തന്റെ കുടുംബത്തിലെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്തും സമൃദ്ധിയും വർത്തനം മറ്റുള്ളവരെക്കാട്ടും കേമനാവണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഇരിക്കുമ്പോൾ എത്രയും അമ്പലങ്ങളിൽ അവിടെ നടപ്പര സമർപ്പണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസ്ഥിതി അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ട് സംഭാവന കൊടുക്കാനൊക്കെ വലിയ തിടുക്കം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിലേക്ക് കൂടുതൽ ഉണ്ടാവാനുള്ള ദുര ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചെയ്യണത്. അപ്പൊ അതൊക്കെ ചെയ്യാൻ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അവിടെ ഇന്ന അമ്പലത്തിൽ പോയി ഇന്നത് കിട്ടുന്നൊക്കെ കേട്ട് കേൾവിയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ ദേവാരാധനകൾ നടത്തുന്നത്. ഭാഗവതം 2:3-10 പറയുന്നുണ്ട്, അകാമ സർവകാമോവ മോക്ഷകാമോധാരതി ത്രിവേണ ഭക്തിയോഗന യജതേ പുരുഷംബരം. അതായത് ആധ്യാത്മിക ബോധം നഷ്ടപ്പെട്ട ബുദ്ധിഹീനർ ഭൗതിക വാഞ്ചകളുടെ ക്ഷണിക സാഫല്യത്തിന് വേണ്ടി ദേവന്മാരെ ആശ്രയിക്കുന്നു. അപ്പൊ ആധ്യാത്മിക ബോധം നഷ്ടപ്പെട്ടു. എന്താണ് തന്റെ സ്വരൂപതാൻ, എന്താണ് തന്നെ എവിടുന്ന്, എന്താണ് തന്റെ ലക്ഷ്യം, തനിക്ക് ഇങ്ങനെ എവിടെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് എന്ത് സംഭവിച്ചു, താൻ ആരാണ്, തന്റെ ആത്മാവിനെ കുറിച്ചോ അങ്ങനെ മനസ്സിലാക്കാതെ ആധ്യാത്മിക ജീവിതത്തിനെ കുറിച്ച് ഒരു ഇതുമില്ലാതെ ഭൗതികതയിൽ കിടന്ന്
ഭൗതികമായ ജീവിതത്തിന്റെ ആ സുഖത്തിൽ മതിമറന്ന് ഭഗവാനെല്ലാം മറന്ന് തൻ്റെ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും തൻ്റെ കാമസാഫല്യത്തിന് വേണ്ടി ദേവന്മാരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഭാഗവതത്തിലും പറയുന്നത്. ക്രമേണ അവരെന്താണ്ടാവും, അവനെ അധമ ഗുണങ്ങളായ രജ തമസ് ഗുണങ്ങളിലേക്ക് വീണു പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യുക, പൂജകൾ ചെയ്യുക, വഴിപാടുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ ദേവന്മാരെ ആരാധിച്ചുകൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് സത്വഗുണത്തിൽ നിന്നും ഉയരാൻ പറ്റാതെ രജോ തമോ ഗുണങ്ങളിലേക്ക് താഴെപ്പെടുകയാണ്, താഴത്തെ തട്ടുകളിലേക്ക് പോവാണ്. രജോഗുണത്തിൽ വർത്തിക്കുന്നവർ ദേവതകളെ കൂടാതെ സമ്പത്തും പ്രതാപവും ഉള്ളവരെ ഈശ്വരനെ, ഇപ്പൊ രജോഗുണികൾ എങ്ങനെയാണ്, തൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ തനിക്ക് ഉയരെ നിൽക്കുന്ന പൈസ സമ്പത്ത് അങ്ങനെയുള്ള ആൾക്കാരെ ആരാധിക്കുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവര് ചില ആൾക്കാരുണ്ട് കുറെ സമ്പാദ്യങ്ങൾ എടുത്ത് ആൾക്കാരെ സഹായിക്കുക, ചാരിറ്റി നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ഈശ്വരന് തുല്യമായിട്ട് കണ്ട് അവരാണ് എൻ്റെ ഈശ്വരൻ, എനിക്കെല്ലാം അവരാണ് തരുന്നത്, വിഗ്രഹമായിട്ടിരിക്കുന്ന ഈശ്വരൻ എന്ത് തരുന്നു എന്നൊക്കെ തോന്നി ആ മഹാനെ അങ്ങോട്ട് പാടിപ്പുകഴ്ത്തി അവരാണ് എൻ്റെ ഭഗവാൻ, എന്നെ നോക്കുന്നത് അവരാണ് എന്നുള്ള ചിത്തയിൽ ഈശ്വരാരാധന ആണ് അത് ഈ മനുഷ്യാരാധനയെ ഈശ്വരാരാധനയായി കണ്ട് അതാണ് എൻ്റെ ഈശ്വരൻ, എൻ്റെ ഭഗവാൻ അവരാണ് എന്നൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ രജോഗുണികളിൽ. അങ്ങനെയും ചെയ്യും. അങ്ങനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈശ്വരനെ ആരാധിക്കുന്ന തുല്യമായിട്ട് അങ്ങനെ ഈ മനുഷ്യാരാധന ആരാധിക്കുന്ന കാണാറുണ്ട്. എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾക്കൊക്കെ അവരെന്തെങ്കിലുമൊക്കെ കൊടുത്ത് അത് സ്ഥിരതയുള്ളതല്ല, അത് അസ്ഥിരമാണ് എന്നുള്ള ബോധ്യമൊന്നുമില്ലാതെ അവര് ആ ആൾക്കാരെ ആരാധിക്കുന്നു. തൻ്റെ കാര്യങ്ങളൊക്കെ ഉപകരിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നതായിരിക്കാം. പക്ഷെ അത് ഒരു ഈശ്വരാരാധനയിലേക്ക് ഈശ്വരനെ മറന്നുകൊണ്ട് ഇദ്ദേഹമാണ് എൻ്റെ സർവത്തിനും സർവ കാര്യങ്ങൾക്കും നടത്തി തന്ന ആള് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ ഈശ്വരനായി കാണുന്ന രജോഗുണികളൊക്കെ ഉണ്ട്. അവരെ ഈശ്വരനായി കരുതുന്നവരും ഈ രജോഗുണികൾ അങ്ങനെ ആ കൂട്ടത്തിൽ പെടും. തമോ ഗുണികൾ എങ്ങനെയാണ്, പ്രേതോപാസന ചെയ്യുന്നവരാണ്. പ്രേതങ്ങളെ, അതായത് ദേഹം കിട്ടാതെ അലയുന്ന ജീവാത്മാക്കളുണ്ട് ഭൗതിക ലോകത്തില്. ജീവിച്ച് ജീവൻ ഒടുക്കി അല്ലെങ്കിൽ അപകടമരണമായെങ്കിലും അല്ലെങ്കിൽ ആത്മഹത്യ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ജീവാത്മാക്കൾക്ക് ജീവിതം പൂർത്തീകരിക്കാതെ ബാക്കിയുള്ള സമയം അവർക്ക് ഒരു ശരീരം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവാത്മാക്കളെയാണ് പ്രേതാത്മാക്കളായിട്ട്. അങ്ങനെയുള്ള പ്രേതാത്മാക്കളെ മന്ത്രവിധികളൊക്കെ കൊണ്ട് അവരെ പ്രീതിപ്പെടുത്തി തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ദുർമന്ത്രവാദികൾ അവരെയൊക്കെ വിളിച്ചു വരുത്തി പൂജ ചെയ്യുന്ന അങ്ങനെ ഒരു ഉപാസനയുണ്ട്. ആ ഉപാസന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തമോ ഗുണത്തിൽ പെടുന്നതാണ്. അങ്ങനെ തൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചില്ല. അത് ഇതിൽ പറയുന്നുണ്ട്, ശവകുടീരങ്ങളെ അർച്ചന നടത്തിയും അങ്ങനെ പല രീതിയിൽ ലൈംഗിക കർമ്മങ്ങൾ ഉൾപ്പെടുത്തി അങ്ങനെ പല രീതിയിൽ ഈ തമോ ഗുണികൾ അങ്ങനെയുള്ള പൂജകളൊക്കെ നടത്തി അങ്ങനെ പ്രേതോപാസകരായിട്ട് ജീവിക്കുന്ന അങ്ങനെ അധകൃത വർഗത്തിൽപ്പെട്ട പലരും അങ്ങനെ കാട്ടിലൊക്കെ പോവുക, അങ്ങനെ പല രീതിയിലൊക്കെ എന്താ പറയുക നരബലി നടത്തുക, അങ്ങനെയുള്ള പല രീതിയിലൊക്കെ പല ഉപാസനകൾ, അതെല്ലാം തമോ ഗുണ ആൾക്കാരുടെ സ്വഭാവമാണ്. അതാണ് തമോ ഗുണികൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അതൊക്കെ. പിന്നെ രജോഗുണികൾക്ക് വേറൊരു ഇതുണ്ട്, അവര് ദേവതകളെ അസുര സ്വഭാവമുള്ള ദേവതകളെ ആരാധിക്കുന്നുണ്ട്. അതായത് വിഷ്ണുമായ ചാത്തൻ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ളവരെയൊക്കെ ആരാധിക്കുന്ന അസുര സ്വഭാവികളുണ്ട്. ഇത്തരം ഉപാസനാ ചടങ്ങുകളൊന്നും വാസ്തവത്തിൽ ഈശ്വരാരാധനയല്ല. ഇതൊന്നും ഈശ്വരാരാധനയായിട്ട് കണക്കാൻ പറ്റില്ല. അവർ കരുതുന്നത് ഞങ്ങൾ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ദേവതകളെ ആരാധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവർക്ക് തോന്നാം. പക്ഷെ ശരിയായ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്ന ആരാധനയല്ല ഇത് എന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല. ആധ്യാത്മികമായ ശുദ്ധ സാത്വികതയുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈശ്വരാരാധന. ശുദ്ധ സാത്വിക ഭാഗത്തിലുള്ളവരാണ് ശരിക്കും ഈശ്വരാരാധന നടത്തുന്നത്. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന വരിയാണിത്. വിശുദ്ധ സത്വാവസ്ഥയിലുള്ളവർ വസുദേവനെ ആരാധിക്കുന്നു എന്ന്. അപ്പൊ വസുദേവനെ വസുദേവപുത്രൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുമ്പോഴാണ് ശരിയായ ശുദ്ധ സത്വ ഫോമിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുവരെ സത്വഗുണി ആണെങ്കിലും അവര് എന്താണ് ആ ദേവതകളെ ആരാധിച്ച് ഇംഗിതങ്ങൾ നിറവേറ്റാനാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ ശരിക്ക് ഒരു ആഗ്രഹവുമില്ലാതെ ഭഗവാനെ സേവിക്കണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി മാത്രം ആ ശുദ്ധ സത്വ ഫോമിലേക്ക് എത്തുമ്പോഴാണ്, അതായത് സത്വഗുണികളെ സ്വർണ്ണമാണെങ്കിൽ സ്വർണത്തിന് ഒരു വൈരക്കല്ലും കൂടി വെച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും, അതുപോലെയുള്ള ശുദ്ധ സത്വ ഫോമിലേക്ക് എത്തുമ്പോഴാണ്, അതാണ് ശുദ്ധസത്വമായ ഫോം. സ്വർണത്തിന് ഒരു വൈരക്കല്ല് വെച്ച് കൊടുക്കുക, അപ്പോഴാണ് ശുദ്ധസത്വ ഫോമിലാവുള്ളൂ. അതിലേക്ക് എത്തുമ്പോഴാണ് ശരിയായ ഈശ്വരാരാധന, ഭഗവാന്റെ ആരാധനയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ഭഗവാനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ.
വ്യക്തിശൂന്യവാദികൾ അതായത് അദ്വൈതവാദികൾ സത്വഗുണസ്ഥിരരായിരിക്കാൻ അവരൊക്കെ സത്വഗുണത്തിൽ ഉള്ളവർ തന്നെയാണ്, അതിലിരിക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ ഇവരെ പഞ്ചോപാസകരാണെന്ന് പറയുന്നത്. അവർ പഞ്ചോപാസകർ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പഞ്ചോപാസന എന്താണ്? 5 ദേവതന്മാര് പൊതുവെ നമ്മൾ എല്ലാ അമ്പലങ്ങളിലും കാണുന്നതല്ലേ, ഗണപതി, ശിവൻ, വിഷ്ണു, ദേവി, ശക്തി, അങ്ങനെ സൂര്യൻ, അങ്ങനെയുള്ള പഞ്ചോപാസകരാണ് ഈ ശരിക്കും വ്യക്തിശൂന്യവാദികൾ അല്ലെങ്കിൽ അദ്വൈതവാദികൾ ഈ ദേവതമാരെയാണ് അവർ ഉപാസിക്കുന്നത്. ഭൗതിക ലോകത്തിൽ സൈദ്ധാന്തിക വിഷ്ണു എന്നറിയപ്പെടുന്ന അരൂപിയായ വിഷ്ണുമൂർത്തിയെയാണ് ആരാധിക്കുന്നത്. അവര് ഭൗതിക ലോകത്തില് സൈദ്ധാന്തിക വിഷ്ണു എന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വസ്വരൂപനായ വിഷ്ണുവാണ്. പക്ഷെ അവർക്ക് രൂപമില്ലാത്ത വിസ്തരണമാണ്. അതായത് വ്യക്തിരൂപമല്ല, അത് ബ്രഹ്മമായിട്ട്, സത്വഗുണത്തിന്റെ വ്യക്തിശൂന്യ ബ്രഹ്മമായിട്ടാണ് അവർ ആ വിഷ്ണുവിനെ കാണുന്നത്. അങ്ങനെയുള്ള വിഷ്ണുവിനെ അവർക്ക് ഈ ദേവതമാരിൽ കൂടെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഒരു ആ ബ്രഹ്മത്തിൽ അത് വിഷ്ണുവിന്റെ വ്യക്തിശൂന്യ ഭാവം, ആ വ്യക്തിശൂന്യ ഭാവം മാത്രം അവർക്ക് മനസ്സിലാക്കുന്നുള്ളൂ. അത് സാത്വിക ഗുണികള്. എന്നാൽ രജോ ഗുണികളിലെ എന്താണ്, അത് അവര് ബ്രഹ്മത്തിന്റെ രജോ ഗുണികൾ എന്താ വെച്ചാൽ ബ്രഹ്മമാണ് രജോത്തിന്റെ വ്യക്തിശൂന്യ ഭാവം എന്ന്, രജോഗുണത്തിന്റെ വ്യക്തിശൂന്യഭാവം ബ്രഹ്മമാണെന്ന് അവർ പറയുന്നു. അപ്പോ അവര് ഈ ആരാധിക്കുന്ന ഈ ദേവതകളെ അവര് എന്താ കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുന്നത്, അവര് അത് ഉപേക്ഷിക്കും. പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അവര് അതിന്റെ യഥാർത്ഥ തത്വം വ്യക്തിശൂന്യ ബ്രഹ്മം മാത്രമാണ് വിശ്വാസത്തിൽ എല്ലാ ആരാധനാമൂർത്തികളെ. അപ്പോൾ ഇതൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും തന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നുണ്ടെങ്കിൽ, തന്റെ ഇംഗിതങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സേവ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അവര് വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ സത്വഗുണത്തിന്റെ വ്യക്തിശൂന്യ ബ്രഹ്മം വിഷ്ണു ആണെന്നൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ ഉണ്ട്. എല്ലാം അത് അവസാന ഘട്ടത്തിൽ ഇവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നുവെച്ചാൽ അതിനപ്പുറമുള്ള ആ വ്യക്തി രൂപത്തിലുള്ള ഭഗവാനെ കാണാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് പിന്നെ അവിടെ ഒന്നുമില്ല, അവിടെ നിശ്ചലമായി. പിന്നെ അങ്ങോട്ട് കടക്കാൻ, അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള ആ ഭക്തി വേണം അതിന്, അല്ലെ? ഭക്തി ഇല്ലാണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. ഭക്തി ഇല്ലാത്തത് കൊണ്ട് തന്റെ പൂർണ്ണമായി ഡിസയറുകൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ട വിവരം മാത്രമേ ഉള്ളൂ, ഭഗവാനിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ആ വിവരം ഇല്ല, അല്ലെങ്കിൽ അറിവില്ല, ആ ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവര് അവിടെ നിർത്തുകയാണ്. അപ്പൊ അവർക്ക് അതിനപ്പുറം പോകാൻ പറ്റില്ല. അപ്പൊ ഈ ദേവന്മാരെ എല്ലാവരും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ചെയ്യും. ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാനും പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? വീണ്ടും അവർക്ക് ഭൗതിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ താഴ്ന്ന തലങ്ങളിലേക്ക് പതിക്കേണ്ടതായിട്ട് വരും. ഇവർ ആരാധിക്കുന്ന ഈ പഞ്ചദേവതകളെ ആയതുകൊണ്ട് ഇവരെ ആരാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ തത്വം വ്യക്തി ശൂന്യ ബ്രഹ്മമാണെന്ന വിശ്വാസത്തിൽ എല്ലാ ആരാധനാമൂർത്തികളെയും അവര് ഉപേക്ഷിക്കും. പിന്നെ അവർക്ക് ആരാധിക്കാൻ ഇത് കഴിഞ്ഞു. അതോടുകൂടി അവരുടെ ആ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ അപ്പുറത്തേക്കുള്ള ആ എന്താ പറയാ വ്യക്തിഭാവത്തിലുള്ള ഭഗവാനെ കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ അവിടെ എല്ലാം ഉപേക്ഷിച്ചു. ആധ്യാത്മികമായവരുടെ സഹവാസത്താൽ ഉത്തമനായ ഒരു ആചാര്യന്റെ കാരുണ്യത്താൽ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തരായി പരമപുരുഷനെ ശരണം പ്രാപിച്ച് ഭക്തി സേവനത്തിൽ ഏർപ്പെടുകയാണ് അവർക്ക് ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇത് അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഗുണത്തിനനുസരിച്ച് ദേവതകളെ ഉപാസന ചെയ്യുന്നവർ അതാത് ഉപാസനമൂർത്തിയുടെ ലോകത്തിൽ എത്തിച്ചിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് ഗുണത്തിനാണോ നമ്മൾ നിന്ന് ഉപാസനകൾ ചെയ്യുന്നത് ആ ദേവന്റെ അല്ലെങ്കിൽ ദേവോപാസന ചെയ്യുന്നവർ ദേവന്റെ അടുത്തേക്കും അങ്ങനെ പോകേണ്ടതായിട്ട് വരും. ഏത് ഗുണത്തിലാണ് നിന്നിട്ടാണോ നമ്മൾ ഉപാസന ചെയ്യുന്നതിൽ അവിടേക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വരും. അധ്യായം 9 പറഞ്ഞിട്ട് 25-ാം ശ്ലോകത്തിൽ പറഞ്ഞ യാന്തി ദേവ വൃതാൻ ദേവാൻ പിതൃൻ യാന്തി പിതൃവൃത ഭൂതാനി യാന്തി ഭൂതേഭ്യ യാന്തി മധ്യാജിനോ പിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോട് കൂടെയും ഒപ്പവും, പിതൃക്കളെ ആരാധിക്കുന്ന പിതൃക്കളോടൊപ്പവും, ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവർ അവരോടൊപ്പം, എന്നെ ആരാധിക്കുന്നവർ എന്നോടൊപ്പം ജീവിക്കും എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവിടെ ജീവിക്കും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അടുത്ത് പോയി ജീവിക്കും. അപ്പൊ അതാത് ഗ്രഹങ്ങളിൽ പോയാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയാൽ നമ്മൾ അങ്ങനെ ഇവര് പറഞ്ഞ കൂട്ടത്തിൽ ആ ബ്രഹ്മത്തിൽ അലിയുകയോ അല്ലെങ്കിൽ അതിൽ എഴുകിച്ചേരുകയോ അങ്ങനെയല്ല. സാമീപ്യമാണ് നമുക്ക് ഭഗവാന്റെ സാമീപ്യം. അവിടെ ഗോലോക വൃന്ദാവനത്തിലേക്ക് വൈകുണ്ഠത്തിലൊക്കെ ഭഗവാന്റെ സ്വരൂപത്തിൽ തന്നെ 4 തൃക്കൈകളോട് കൂടിയുള്ള ജീവങ്ങളായിട്ടാണ് നമ്മൾക്ക് അവിടെ കഴിയാൻ സാധിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചിന്ത, അങ്ങനെയുള്ള ഒരു അറിവ് ജ്ഞാനം ഈ സത്വഗുണികൾക്ക് പോലും ശരിക്കില്ല. അത് ഉണ്ടാവണമെങ്കിൽ ശുദ്ധ സത്വഭാവത്തിലേക്ക് എത്തുമ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വേദങ്ങളിൽ ഫലോദിഷ്ട കർമ്മങ്ങളെ പറ്റി പറയുന്നിട്ട് പല അനുഷ്ഠാനങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ദേവതകളെ ആരാധിക്കുന്ന വിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദേവലോകത്തിലേക്കോ പിതൃലോകത്തിലേക്കോ പൈശാചിക ലോകങ്ങളിലേക്കോ എത്തിച്ചേരേണ്ടതായ
വിധികൾ എല്ലാം വേദങ്ങളിൽ പറഞ്ഞു. ഇതൊക്കെ വേദങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഈ രീതിയിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഇത് ആത്മീയമാണെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആത്മീയമാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആത്മീയമായത് ഒന്നേ ഉള്ളൂ, അത് ഈശ്വരാരാധനയാണ്, ഭഗവാന്റെ ആരാധനയാണ്. അല്ലാതെ ദേവന്മാരെ ആരാധിക്കുകയോ പിതൃക്കളെ ആരാധിച്ചാൽ അര്യമായ എന്നുള്ള ഒരു ലോകമുണ്ട്, പിതൃലോകമുണ്ട്, അവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഓരോ ഓരോ എന്താ പറയാ, ദേവന്മാരെ ആരാധിക്കും ദേവലോകത്തിലേക്കും, ഭൂതാനികൾ ഭൂതലോകത്തിൽ, അങ്ങനെ പല ലോകങ്ങളുണ്ട്. നമുക്ക് എങ്ങനെ എന്താ അറിയാ, സാധാരണ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ആകെ അറിയുന്നത് സ്വർഗം, നരകം, പാതാളം, അങ്ങനെ 3 സ്ഥലങ്ങളെ കുറിച്ചിട്ട് ശരിക്കും അറിയുള്ളൂ. അവര് ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാം, ഏറ്റവും എന്ത് ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്ത സ്വർഗത്തിലെത്തും നമ്മളെന്നാ പറയുള്ളൂ. പക്ഷെ സ്വർഗം കഴിഞ്ഞ് അതിനപ്പുറമുള്ള കൃഷ്ണലോകം അല്ലെങ്കിൽ വൈകുണ്ഠമൊന്നും അറിയാത്ത സാധാരണക്കാരെ പോലുള്ള ആൾക്കാർക്കാണ്, ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ദേവതാരാധനയിലൊക്കെ പെട്ടുപോകുന്നത്. ഭഗവത് ഉപാസനയെ ചെയ്യുന്നവരാണ് വൈകുണ്ഠ ലോകങ്ങളിലും ഗോലോക വൃന്ദാവനങ്ങളിലും എത്തിച്ചേരുക. ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് വൈകുണ്ഠത്തിലെത്താം, ഗോലോക വൃന്ദാവനത്തിലെത്താം. അതിന് ശ്രമിക്കുകയാണ് എല്ലാ ഭക്തരും ചെയ്യേണ്ടത്. ഭൗതിക ലോക നിവാസികൾക്ക് സ്വർഗമാണ് ശ്രേഷ്ഠമായത്. അതാ പറഞ്ഞത്, ഭൗതിക ലോക നിവാസികൾ ആദ്യം നമ്മൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ എല്ലാവർക്കും സ്വർഗം കിട്ടും എന്നാണ് നമ്മൾ ചെയ്യുന്ന. നന്മ ചെയ്താൽ സ്വർഗം കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിൽ പോകാൻ നല്ലത് ചെയ്താൽ എന്നൊരു അറിവേ നമുക്കുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് ഈ അറിവുള്ളൂ. കൃഷ്ണനും വിഷ്ണുവും വാഴുന്ന അത്യുത്കൃഷ്ട ലോകത്തിനെ കുറിച്ചുള്ള അറിവ് സാധാരണ ജനങ്ങൾ ഇല്ല. അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതിനാൽ താഴേക്ക് വീണ്ടും താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. താഴേക്ക് അവർ ക്ഷീണേ പുണ്യം ചെയ്തു വെച്ച പുണ്യങ്ങള് നശിച്ചു കഴിയുമ്പോൾ എന്താ പറയുക, നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് താഴെത്തട്ടുകളിലേക്ക് പിറക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ ഗുണങ്ങളിൽപ്പെട്ടുള്ള ഈ സ്വന്തം അർജുനൻ ചോദിച്ച ചോദ്യമാണല്ലോ, എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, അവർ ഏത് ഗുണത്തിൽപ്പെടുന്നത്. ഈ വക ഗുണങ്ങളിൽ പെട്ടാൽ എന്താ സംഭവിക്കുകയാണെങ്കിൽ തൻ്റെ ചെയ്തു വെച്ച കർമ്മങ്ങളിലെ പുണ്യങ്ങൾ അവസാനിക്കുമ്പോൾ താഴത്തെ തട്ടുകളിലേക്ക് നമുക്ക് താഴേതായിട്ട് പിറക്കേണ്ടതായിട്ട് വരും. ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി അങ്ങനെ താഴെ തട്ടുകളിലേക്ക് നമുക്ക് ഓരോ ജീവാത്മാക്കളും വന്ന് വീഴേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഉയർന്ന തട്ടിലേക്ക്, അതായത് സാത്വിക ഭാവത്തിൽ നിന്നും ശുദ്ധ സത്വഭാവത്തിലേക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞാൽ, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി എന്താ പറയുക, അടുത്ത ആശാസ്ത വിഹിതം ഘോരം തപ്യന്തേയ തപോജന ദംഭഹങ്കാര സംയുക്ത കാമരാഗ ബലാന്വിത കർഷ്യന്ത ശരീരസ്ഥം ഭൂതഗ്രാമമാ അചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. ഈ ശ്ലോകത്തിൽ എന്താ പറയുക വെച്ചാല്, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി ശാസ്ത്രവിധികളല്ലാതെ വൃതങ്ങൾ, കഠിനമായ തപോവ്രതങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ വ്രതങ്ങളൊക്കെ നോക്കുക, അത് ശാസ്ത്രവിധി പ്രകാരമല്ല. അപ്പൊ ഓരോരുത്തർ സത്യാഗ്രഹം ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളുടെ ഉപവാസങ്ങളൊക്കെ ചെയ്യേണ്ടില്ല, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി, തന്റെ ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഉപവാസങ്ങൾ. ഇത്തരം വ്രതാചാരണം ശാസ്ത്ര നിർദ്ദിഷ്ടമില്ല. അതൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല, വൈദിക നിയമപ്രകാരമുള്ളതല്ല അങ്ങനെയുള്ള നിയമങ്ങളൊന്നും. ഹിരണ്യകശിപു, രാവണൻ, അങ്ങനെ പല അസുരന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഘോരമായ തപസ്സും ഉപവാസങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവര് അവരുടെ വരം നേടിയിട്ടുള്ളത്. ബ്രഹ്മാവിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ ശിവനിൽ നിന്നൊക്കെ രാവണനൊക്കെ വരം നേടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നേടിയിട്ട് എന്താ കാര്യം, ഈ വ്രതങ്ങൾ അവർ നേടിയിട്ട് എന്താ, സർവനാശത്തിന് ഒരു കാരണം, അവരുടെ തന്നെ നാശത്തിന് ഉപകരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഘോരമായ ഈ ഉപവാസങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയാണ് ശരിക്കും ഉപവാസങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോ നമ്മുടെ ധ്രുവ രാജാവൊക്കെ കുമാരനൊക്കെ എങ്ങനെയാണ്, ചെറിയ 5 വയസ്സായുള്ളപ്പോ ഭഗവാനെ അന്വേഷിച്ചു പോയതാണ് അല്ലെ, അല്ലെങ്കിൽ രാജ്യം കിട്ടാൻ വേണ്ടി പോയതാണ്. പിന്നീട് ഭഗവാനെ മനസ്സിലാക്കിയപ്പോ ഭഗവാനിലേക്ക് എത്താനുള്ള ആഗ്രഹമായി. പക്ഷെ അപ്പൊ പറഞ്ഞു, അല്ല, നീ രാജ്യം ഭരിക്കുക, അതിനുശേഷം നമുക്ക് ആധ്യാത്മിക, അങ്ങനെ ഒരു കഥയുണ്ട്, നമുക്കറിയാതെ. അപ്പൊ അങ്ങനെ അവർക്കൊക്കെ അതൊക്കെ ആധ്യാത്മിക തലത്തിലുള്ള ഒരു ഉപവാസങ്ങൾ അല്ലെങ്കിൽ തപസ്സായിരുന്നു, അല്ലെങ്കിൽ ധ്യാനങ്ങളായിരുന്നു. ഇത് ഇവിടെ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയല്ല. തൻ്റെ കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതമായി അഹംഭാവത്തോടു കൂടി സ്വശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിലെ ഭൗതിക മൂലങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെയും ദ്രോഹിച്ചുകൊണ്ട്, തൻ്റെ ശരീരത്തിൽ നമ്മളല്ലേ 24 ഇതുകൊണ്ടുണ്ടാക്കിയതാണല്ലോ, ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെയും ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഉപവാസങ്ങള്, ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത ഈ ഉപവാസങ്ങള് വിഡ്ഢികളായ അസുരന്മാർ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അവരാണ് ഇങ്ങനെയുള്ള ഉപവാസങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ തന്നെ അറിയാലോ, ഇപ്പൊ നമുക്ക് ഏറ്റവും പുതിയമായ ഉപവാസത്തിനെ പറ്റി അറിയാം. പുതിയതായ ഉപവാസം നമ്മൾ കണ്ടുല്ലേ, ജന്തർ മന്ദറില്. അതും ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം ഉപവാസങ്ങൾ തന്റെ ശരീരത്തിന്, തന്റെ ആത്മാവിനെ തന്നെ, അല്ലെങ്കിൽ തന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ പോലും ദ്രോഹിക്കുന്ന തരത്തിലുള്ള
ഇങ്ങനെ ഈ വ്രതങ്ങളൊക്കെ എന്താ ഉണ്ടായിരിക്കുക, മനുഷ്യ ശരീരം തന്നെ മരണത്തിന് തന്നെ ഇടയാക്കും അല്ലെ. ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നവരെ അസുര സ്വഭാവികൾ എന്ന് പറയാം. ഇവർക്ക് അസുര സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരാണ്. ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭൗതിക മൂലങ്ങളുടെ ഘടനയെ തകരാറിലാക്കുകയാണ് അത്. അപ്പൊ നമുക്ക് ശരീരത്തിന് ഇന്ന ഘടകങ്ങൾ കൊണ്ടാണല്ലോ നമ്മുടെ ശരീരങ്ങൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ശരീരങ്ങൾക്കൊക്കെ ദോഷം സംഭവിക്കാം ഇങ്ങനെയുള്ള ഉപവാസങ്ങൾ കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഉപവാസങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് വൈദിക പ്രകാരമുള്ളതല്ല. വൈദിക ആജ്ഞകളെ കൂട്ടാക്കാതെ, അതിൽ പറഞ്ഞിരിക്കുന്ന ആജ്ഞകൾ നമുക്കൊരു നിർദ്ദിഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് കൂട്ടാക്കാതെ ചെയ്യപ്പെടുന്ന ഇത്തരം അനുഷ്ഠാനങ്ങൾ ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അല്ലെ. ഭഗവാന്റെ ആണല്ലോ വേദങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഭഗവാനല്ലേ. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ യഥാവിധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ നമുക്ക് വ്യാസ ഭഗവാനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അത് നമുക്ക് ശ്രുതിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വേണ്ട കാര്യങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ അനാവശ്യ കാര്യങ്ങൾക്ക് അതിന് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു പാടില്ല. അത് ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അചേതസ എന്ന് ഇവിടെ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. അചേതസ അതെന്ന് വെച്ചാൽ അപക്വമായ ബുദ്ധികളായി, പക്വതയില്ലാണ്ട്. ഇതൊക്കെ നല്ല ബുദ്ധിബോധമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളല്ല, ശരിയായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. ആ ഉള്ളിലിരിക്കുന്ന രജോ തമോ ഗുണങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് അല്ലെ എന്തും സാധിച്ചെടുക്കാം. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അവരതിൽ വീഴും, അവരെനിക്കത് സാധിപ്പിച്ചു തരും. കുട്ടികളുടെ വാശി പോലെയാണല്ലേ. കുട്ടികൾ നല്ലോണം കരഞ്ഞ് വാശി പിടിക്കുമ്പോൾ എന്താ, അമ്മമാരത് സാധിപ്പിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. തൻ്റെ അപക്വമായ ഉള്ളത് കൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ രീതിയിൽ പെരുമാറുന്നത്. സാധാരണ മനസ്ഥിതിയുള്ളവരെങ്ങനെ വൈദിക ആജ്ഞകളെ അനുസരിച്ച് അത് അനുസരിക്കുകയും ചെയ്യും. അതോടുകൂടി എങ്ങനെയാണോ ഫോളോ ചെയ്യേണ്ടത് ആ തരത്തിലൊക്കെ ഫോളോ ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അനുസരിച്ചേ മതിയാവൂ. സാധാരണ ബുദ്ധിക്കാർ അങ്ങനെ അനുസരിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഫോളോ ചെയ്യേണ്ടതാണ് സാധാരണ ആൾക്കാര്. ഈ അപക്വമായ ബുദ്ധികളായാലും വെച്ചാൽ അത് തെറ്റായ രീതിയിലെടുത്ത് അവര് അതിനെ എന്താ പറയുക, നല്ല രീതിയിൽ ചെയ്യാതെ അപക്വമായ പ്രവർത്തികളിൽ കൂടി അവര് അതിനെ ആ വൈദിക സംസ്കാരത്തെ തന്നെ അവര് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഇല്ല വൈദിക സംസ്കാരത്തിൽ രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത്. അവരെ സ്വന്തം ഇഷ്ടമായ നിയമനിബന്ധനകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ശാസ്ത്ര നിയമങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം തപസ്സും ഉപവാസാദികളും സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത്. ശാസ്ത്രവിധികളിൽ പറയാത്ത രീതിയിലുള്ള സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് അതൊക്കെ. ഇതിന്റെ ഫലം എന്താണ്? അസുര സ്വഭാവികളെ ഭഗവാൻ വീണ്ടും വീണ്ടും ആ അസുര ഗർഭത്തിൽ തന്നെ പിറക്കാൻ നിർബന്ധിതരാക്കുന്നു. നമ്മൾ 16-ാം അധ്യായത്തിൽ പഠിച്ചില്ലേ, വീണ്ടും വീണ്ടും ആ അസുരിക ഗർഭത്തിൽ അസുര യോനികളിൽ ജനിക്കാൻ ഇടവരുത്തുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൊണ്ട്. അസുര സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നുകൊണ്ട് അവർക്ക് അവിടുന്ന് ആ നല്ലൊരു ആചാര്യനെ സമീപിക്കുകയോ അല്ലെങ്കിൽ നല്ല നല്ല ഭഗവത്സംഘങ്ങളിലൊക്കെ അതിനുള്ള ബുദ്ധി അവർക്ക് അപ്പൊ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആചാര്യന്മാരെ അടുത്ത് പോയിട്ട് അവർക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടേണ്ടവരാണ്. അത് ഭഗവാനിലേക്ക് എത്താണ്ട് ഒരാൾക്കും മുക്തി ഉണ്ടാവില്ലല്ലോ. മുക്തി കിട്ടണമെങ്കിൽ ഭഗവാന്റെ ആ ഒരു കടാക്ഷം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സ്പർശനം അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് മരിക്കെങ്കിലും വേണം. അങ്ങനെയുള്ള മുക്തി ഉണ്ടാവുള്ളൂ. ഭഗവാനാൽ കൊല്ലപ്പെടണം, അല്ല അങ്ങനെയൊക്കെ നമുക്ക് മുക്തി ഉണ്ടാവുക. അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പാതി തുറന്ന ആ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം അത്രയും മതി. അത് കിട്ടാത്ത കാലത്തോളം അവർക്ക് ഈ അധമ യോനികളൊക്കെ ജനിച്ച് കീഴ്പോട്ടുള്ള ആ തലങ്ങളിലേക്ക് അവർക്ക് താഴെപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 84 ലക്ഷം യോനിയിൽ കൂടി അവർക്ക് വീണ്ടും വീണ്ടും എത്രയോ കോടാനുകോടി ജന്മങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം നമുക്ക് ഇങ്ങനെ ഭഗവത് സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ വെറും ദുര്യോഗം ചെയ്താലുള്ള ആപത്തുകളാണ് ഇതിൽ പറയുന്നത്. ഭഗവാനുമായുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കാതെ ആസുരകളായ ജീവിത സിദ്ധാന്തങ്ങളുമായി ഏറെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. വീണ്ടും വീണ്ടും ഭഗവാനും താനുമായുള്ള എന്താ ബന്ധം മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും അസുരയോനികൾ ജനിച്ച് ഈ ആസുരമായ സ്വഭാവത്തോടു കൂടി ജീവിക്കേണ്ടതായിട്ട് വരികയാണ്. ഒരു ആധ്യാത്മിക ആചാര്യന്റെ കാരുണ്യത്താൽ വൈദിക ജ്ഞാനത്തിന്റെ വഴിക്കുള്ള മാർഗനിർദ്ദേശം ലഭിക്കാൻ സാധിച്ചാൽ, നല്ലൊരു ഗുരുവിനെ സമീപിച്ച് ഈ വൈദിക ജ്ഞാനത്തിന്റെ വഴി, ഈ വൈദിക ജ്ഞാനം ഉണ്ടല്ലോ, ഈ ഇതിൽ കൂടിയുള്ള വഴിയിൽ കൂടി നമുക്ക് അതിൽ കൂടിയുള്ള ഒരു നിർദ്ദേശം ലഭിച്ചാൽ കിട്ടിയാൽ ഈ ബന്ധനത്തിൽ നിന്നും മോചനം നേടി പരമലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഗുണങ്ങളിൽ നിന്നും കരകയറി പതിയെ രജോ തമോ ഗുണങ്ങളിൽ നിന്ന് സത്വഗുണത്തിലേക്ക് എത്തി അതിനപ്പുറമുള്ള ശുദ്ധ സത്വ ഫോമിലേക്ക് എത്തി നമുക്ക് പരമലക്ഷ്യം എന്താണ്, ഭഗവത് പാതാരബിന്ദങ്ങളിലേക്ക് എത്താനുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ ഒരു ആചാര്യനെ സമീപിക്കാതെ നിവർത്തിയില്ല. അങ്ങനെയാണ് ഈ
ഈ ദുർവിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഘടനയിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ഓം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നന്നായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭംഗിയായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പല ഗുണങ്ങളിരിക്കുന്ന ആരാധനയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി ആഹാരത്തിനെ പറ്റി പറയും. വിവിധ ഗുണങ്ങളുള്ള ആൾക്കാരുടെ ശ്രദ്ധയാണ് ഒരു വിഷയം. ഇപ്പോൾ സത്വഗുണ ആൾക്കാരെ ദേവന്മാരെ ആരാധിക്കുന്നു. അതിൽ സത്വഗുണത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് മായാവാദികളായിട്ട് കണക്കാക്കുന്നത്. അതിലും സത്വഗുണത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ചിലപ്പോൾ അത് പറയുന്നുണ്ട്, അത് പഞ്ചോപസാരണം 5 ദേവതകൾ: വിഷ്ണു, ശിവൻ, ദുർഗ, ഗണേശൻ, സൂര്യൻ. പക്ഷെ ഇവിടെ ആത്യന്തികമായിട്ട് വ്യക്തിശുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വത്തില് ഒരു വ്യക്തി എന്ന നിലയിൽ അംഗീകരിക്കാതെ, കാരണം വ്യക്തിത്വം എന്ന് പറയുന്നത് ഭൗതികമാണ്. വ്യക്തിത്വം ഭൗതികമായതുകൊണ്ട് ഇവരുടെ ഈ വ്യക്തിത്വം എന്നും ഭൗതികമാണ്. ഇവൻ അത് വിഷ്ണു ആയാലും ശരി, ബ്രഹ്മാവായാലും ശരി, ശിവനായാലും എല്ലാം ശരി ഭൗതികമാണ്. അപ്പൊ ആത്യന്തികമായിട്ട് അത് നിരാകാര പരബ്രഹ്മത്തിൽ, നിർഗുണ പരബ്രഹ്മത്തിലെത്തുവാണ്. പക്ഷെ അൾട്ടിമേറ്റ് അവർക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ബ്രഹ്മ ജ്യോതി ലയിക്കുകയാണ്. കോൺഷ്യസ്നസ് മാത്രം, ആ ഒരു കോൺഷ്യസ്നസ് അതിലവർ ലയിക്കുന്നു. പക്ഷെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, കാരണം അവിടെ സേവ കിട്ടുന്നില്ല. ജീവാത്മാവ് സ്വഭാവേന എപ്പോഴും ആക്റ്റീവായിട്ടുള്ളതാണ്. ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട്, പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാനും പറ്റില്ല. അവർ തിരിച്ചു പോയിട്ട് വരേണ്ടി വരും. ചിലപ്പോൾ അത് പല അതിലും അതിനെ പറ്റി പറയാറുണ്ട്. കാരണം അവർ അവസാനം എല്ലാ മൂർത്തികളെയും അവസാന ഘട്ടത്തിൽ ഉപേക്ഷിച്ച് അബ്സോർജൻ, അപ്പോൾ അത് ഏത് മൂർത്തിയാണോ ആരാധിക്കുന്നത് അവസാനം ആ മൂർത്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് അവസാനം വ്യക്തി ശിവനിലേക്ക് എത്തുവാണ്. അത് വൈഷ്ണവനെ സംബന്ധിച്ചോളം, ശാസ്ത്രം സംബന്ധിച്ചോളം വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം അവർ സത്വഗുണത്തിൽ എത്തിയിട്ടേ ഉള്ളൂ, ശുദ്ധസത്വത്തിൽ എത്താത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ശുദ്ധസത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ശിവന്റെ ആ കോട്ടിയുമുണ്ട് 4.3.23 സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കേൾക്കാലോ? ഹരേ കൃഷ്ണ. കേൾക്കാം. കേൾക്കുന്നില്ല? എനിക്ക് കേൾക്കാം. ഓക്കെ. ഉഷ മാതാജി കേൾക്കുന്നില്ല. അവിടുത്തെ കഴിഞ്ഞാൽ ആ പുരുഷനെ പറ്റും. അതാരാ? വാസുദേവനാണ്. വസുദേവ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. വസുദേവ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധസത്വത്തിന്റെ വേറെ പേരാണ് വസുദേവ. ആ വസുദേവ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസിന്റെ മൂർത്തിയാണ് വാസുദേവൻ. അപ്പൊ ആ വാസുദേവൻ പരമപുരുഷനാണ്, വ്യക്തിയാണ് എന്നൊരു തിരിച്ചറിവ് ശിവഭഗവാന് കിട്ടുന്നുണ്ട്. ആ ശിവാനുകൾ എപ്പോഴും ആ ഭഗവാനെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ആരാധന, അല്ലെങ്കിൽ എന്താ പറയാ, മെഡിറ്റേഷൻ. ഈസ് ഓൾവേസ് മെഡിറ്റേറ്റിംഗ് ഓൺ കൃഷ്ണ. പക്ഷേ ദൗർഭാഗ്യവശത്താൽ ശിവന്റെ ഫോളോവേഴ്സ്, പിൻഗാമികള് അത് മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഭഗവാനെ വ്യക്തിത്വം അംഗീകരിക്കാത്ത ആൾക്കാരും
ആസുരിക സ്വഭാവികളായിട്ട് തന്നെ കണക്കാക്കുന്നു. അതുകൊണ്ട് അവർക്കും വീഴ്ച സംഭവിക്കും. അതുപോലെ അടുത്ത ശ്ലോകത്തില് പിന്നെ തപസ്സാനുഷ്ഠാനങ്ങളെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ അത് പറയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ആൾക്കാരെ പറ്റി പറയണം. മഹാത്മാഗാന്ധിയെ പറ്റിയും പറയുന്നുണ്ട്. മഹാത്മാവാണെങ്കിൽ ശരി, അദ്ദേഹത്തിന്റെ ഉപാസന അല്ലെങ്കിൽ ഉപവാസം അല്ലെങ്കിൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അംഗീകാരം ഇല്ലാത്തതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കർമ്മഫലം എടുക്കേണ്ടി വരും. കാരണം ഇവിടെ വൈദിക ആജ്ഞകളെ കണക്കാക്കാതെയാണ്. വേദങ്ങൾ എന്ത് പറയുന്നു അതാണ് നമ്മൾ എടുക്കേണ്ടത്. വേദങ്ങളെ പറയുമ്പോൾ 1,00,000 ലക്ഷം എന്ന് വെച്ചാൽ 10 ബില്യൺ എന്ന് വെച്ചാൽ 1000 കോടി ശ്ലോകങ്ങള് വേദങ്ങളിലും വേദങ്ങളുടെ അനുബന്ധങ്ങളും നിന്നിട്ട് ഒരു 10 കോടി 1000 കോടി ശ്ലോകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പല തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അത് കർമ്മകാണ്ഡ സെക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതിലാണ് പല ആരാധനമൂർത്തികളെ പറ്റി പറയുന്നത്. അതെല്ലാം വേദങ്ങൾ അടിസ്ഥാനം. അപ്പൊ വേദങ്ങൾ അംഗീകരിക്കാം. അപ്പൊ വേദങ്ങളുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വേദങ്ങളിൽ പുറത്തുള്ള കാര്യങ്ങളല്ല. വേദങ്ങൾ പുറത്തു ഇരിക്കുന്ന ആൾക്കാരെ ആനിമൽ ലൈഫ് പറയും. മൃഗതുല്യമായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മള് മൃഗങ്ങളും വേദങ്ങളെ അംഗീകരിക്കാത്ത ആൾക്കാർ മൃഗങ്ങളായിട്ട് കണക്കാക്കും. ആ മൃഗതുല്യമായ ജീവിതത്തിൽ നിന്നാണ് ആദ്യം നമ്മൾ കർമ്മകാണ്ഡ ശേഷം കർമ്മകാണ്ഡ എന്ന് സകാമ എന്ന് നിഷ്കാമ എന്ന് ജ്ഞാനയോഗ എന്ന് ധ്യാനയോഗം എന്ന് ഭക്തിയോഗം പടിപടിയായിട്ട് വരിക. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നേരെ കർമ്മകാണ്ഡ സെഷൻ നേരെ ഭക്തിയോഗത്തിലേക്ക് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോൾ ഇതാണ് വരുന്നത്. ഇവർക്കെല്ലാം അത് ചെയ്യേണ്ടി വരും. വേദങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് വേദങ്ങൾ നിർദ്ദിഷ്ടമായി. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ആഹാരം എന്താണ്, തപസ്സനുഷ്ഠാനങ്ങൾ എന്താണ്, യജ്ഞങ്ങൾ എന്താണ്, ദാനങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് ു പ്രജി. വൈഷ്ണവ ഹരേ കൃഷ്ണ.